ഹലോ, എല്ലാവരും ഓണം നബിദിനമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനെന്തായാലും നബിദിനം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. പാട്ടൊക്കെ കേട്ടോണ്ടാണ് എണീറ്റപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് തിരിച്ച് വന്ന് മുട്ടായിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് റംസാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കി നിർത്തിയപ്പോഴത്തേക്കും ഇന്ന് ജുമായും കൂടെ ആയതുകൊണ്ട് നേരത്തെയായിരുന്നു ഘോഷയാത്ര. അപ്പം രാവിലെ തന്നെ അവർ പോയി 7:15 പിന്നെ ഞാനും പെട്ടെന്ന് റെഡിയായി. റിദാൻകുട്ടനെ ഉണർന്നപ്പോൾ റിദാൻകുട്ടനെ റെഡിയാക്കി. അവനും ഒരു ജോഡി പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊടുത്തു. നമ്മൾ പെരുന്നാളിനെക്കാളും എനിക്ക് ഭയങ്കര സന്തോഷം നബിദിനമാണ്. കാരണം കുഞ്ഞായിരുന്നപ്പം ഘോഷയാത്രയ്ക്ക് പോകാം അങ്ങനത്തേക്കുള്ളൊരു സന്തോഷമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പിള്ളേർ പോകണമെങ്കിൽ കണ്ട് ആസ്വദിക്കും. ഇന്ന് എനിക്കൊരു സന്തോഷമുള്ളത് എൻ്റെ മോനും ആദ്യമായിട്ട് പള്ളിയിൽ നിന്ന് ഘോഷയാത്രയ്ക്ക് പോകണം. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പം ഘോഷയാത്ര പോകുന്ന സമയമായപ്പോൾ പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്ത് ഞങ്ങളും കയറിപ്പോയി. എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഒരു സാരി വെട്ടി തയ്ച്ചതാണ്, നല്ല ഭംഗിയുണ്ട്. ഞാനും എൻ്റെ താത്തായും തയ്ച്ചു. എന്നിട്ട് നമ്മൾ പാൻറ്റ് ഷോൾ സെപ്പറേറ്റ് എടുത്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ചേരണുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ റോഡിൽ പോയി നിന്നപ്പോഴത്തേക്കും ഘോഷയാത്ര തുടങ്ങി. ഇതെൻ്റെ കൊച്ചുമാരെ മോളാണ്. അവൾ ഓൾറെഡി എനിക്ക് മുന്നേ അവിടെ പോയി നിന്ന്. എല്ലാ വർഷവും നമ്മൾ അവിടെ നിന്നതിനും മുട്ടായിയൊക്കെ കൊടുക്കുന്നതും നമ്മളവിടെ നിന്നതിൻ്റെ എല്ലാം കാണാം. അപ്പോൾ അവരും കാണും. അങ്ങനെ ഘോഷയാത്രയൊക്കെ ആരംഭിച്ചു. എൻ്റെ മോനാണെങ്കിൽ പമ്മി അവന് ഭയങ്കര നടക്കാൻ മടിയാണ്. പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു അവനെ വിടണേൻ്റെ ഇതിലൊക്കെ. പിന്നെ എൻ്റെ അനിയനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരമൊക്കെ നടക്കുമ്പോൾ വയ്യെന്ന് പറഞ്ഞാൽ വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനപ്പെട്ട് വിട്ടതാണ്. കണ്ടില്ല, പമ്മിയാണ് പോണത്. ഉമ്മ കൈ കാണിക്കുകയാണ് വേഗം പോകുന്നത്. എന്നാലും നടക്കണ കാര്യം ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇവള് എൻ്റെ കൊച്ചുമാരെ മോളാണ്. അവളും നല്ല അടിപൊളിയായിട്ട് നടന്നു പോയി. പക്ഷേ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല ബഹളം കാര്യമൊക്കെയായിരുന്നു. ഞങ്ങൾ പിന്നെ ഘോഷയാത്രയുടെ പിറകെ പള്ളിയുടെ ജംഗ്ഷനിൽ പോയി. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഘോഷയാത്ര കഴിഞ്ഞ് പോയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വേറൊരു പള്ളിയിൽ നിന്ന് വണ്ടിയിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇവർ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മുട്ടായി കടയിൽ നിന്ന് വാങ്ങിച്ച് പെട്ടെന്ന് കൊടുത്ത്, എന്നിട്ട് അവരിൽ അവിടെ ദഫ് കളിക്കുമെന്ന് വെച്ചാൽ ഓരോ ഇവിടെ കളിക്കില്ല, അപ്പുറത്തൊരു വളവിലേ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി ദഫൊക്കെ കണ്ട് തിരിച്ചു വന്നു. ഞാൻ എന്താ കോപ്രായം കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് നല്ല തുമ്മലാണ്. തുമ്മി എൻ്റെ അട്ടപ്പിളവിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയില്ല, അവിടെ തന്നെ നിന്ന്. അപ്പോഴത്തേക്കും ഘോഷയാത്ര കഴിഞ്ഞ് 9:30 ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മളെ പള്ളിയിൽ നിന്ന് പോയ പിള്ളേരെല്ലാം തിരിച്ചു വന്നു. എൻ്റെ അമ്മ കൊണ്ടുവന്നതാണ് ഇത്രയും. അവൻ കഴിക്കാത്ത സാധനങ്ങൾ, അതായത് ലഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും കൊടുത്താൽ അവൻ വാങ്ങിക്കില്ല എന്ന്. പിന്നെ അവൻ്റെ കവറൊക്കെ പൊട്ടി, അവൻ്റെ മുട്ടായൊക്കെ ഒരുപാട് കളഞ്ഞു. അവന് പിന്നെ അതിന് പ്രത്യേകിച്ച് വിഷമവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇക്ക വന്ന് ഞങ്ങൾ നേരെ ഇക്കാരെ വീട്ടിലോട്ട് പോയ ഉടനെ ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. കാരണം ഇന്ന് നമുക്ക് ചോറിന് കറിയില്ല. അപ്പം കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ജലദോഷവും മൂക്കടപ്പും എല്ലാം കൂടെ ആയിരുന്നു. പിന്നെ സവാളയും കൂടെ ആയിരുന്നപ്പോഴത്തേക്ക് മുക്കിൽ കൂടെ കണ്ണിൽ കൂടെ ഒലിച്ച് ഇറങ്ങുമായിരുന്നു. പിന്നെ നല്ല കിഴിലൊരു ബീഫ് കറിയൊക്കെ വെച്ചു. കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്കൊരു സംഭവം ഒരാളെ കാണിച്ചു തരാം. വേറെ ആരുമില്ല, ഞാൻ കറി വെച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരാൾ കരയാണ്. ആരാണെന്നല്ലേ, വേറെ ആരുമല്ല, നമ്മളെ ഇക്കരെ വീട്ടിലുള്ളതാണ് ഒരാട്ടുകുട്ടി. അവളെ പേര് ആമിന എന്നാണ്. പക്ഷേ എൻ്റെ ഇക്ക അവളെ എൻ്റെ പേരിട്ടാണ് വിളിക്കുന്നത്, ഫാത്തിമ എന്ന്. അതിനെങ്ങാനും വല്ല വയറ്റിളക്കോ എൻ്റെ ഒരു സംഭവം എന്താ പുഴുക്കടിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ഫോൺ വിളിച്ചിട്ട് പറയും ഫാത്തിമാക്ക് വയറ്റിളക്കം, ഫാത്തിമാക്ക് പുഴുക്കടിയെന്ന്. ഒരു ദിവസം ചടത്തി വിളിച്ച് പറഞ്ഞു കൊടുത്തെങ്കിലും ഫാത്തിമാക്ക് പുഴുക്കടിയെന്ന്. പിന്നെ പള്ളിയിൽ പോയി ചോറൊക്കെ മേടിച്ചു. ഞാൻ അപ്പോൾ കഴിച്ചില്ല. ഇക്കാക്ക് പള്ളിയിൽ ബിരിയാണി നെയ്ച്ചോറ് വെച്ച പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ച് കഴിച്ച്. നമ്മൾ ചേട്ടത്തീരെ വീട്ടിൽ പോയി ചോറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.